viewers, welcome back to Wings Academy's online classes. I am your chemistry faculty Arya. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹെറ്ററോജീനസ് മിക്സ്ചറിന്റെ സെപ്പറേഷനെ കുറിച്ചിട്ടാണ്. മുന്നത്തെ വീഡിയോ ക്ലാസ്സുകളിൽ നിങ്ങൾ എന്താണ് ഹെറ്ററോജീനസ് മിക്സ്ചർ എന്നൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാലും ടീച്ചർ ഒന്ന് പറയാം എന്താണ് ഹെറ്ററോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പോസിഷൻ സെയിം അല്ലാത്ത മിക്സ്ചേഴ്സ് അല്ലെ. അതായത് നമ്മൾ രണ്ടാൾക്കാരെ മിക്സ് ചെയ്യുമ്പോൾ അവർ രണ്ട് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, രണ്ട് ഡിഫറെന്റ് ഡിസ്റ്റിങ്ക്ട് പാർട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരാണ് കോമ്പോസിഷൻ സെയിം അല്ല എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചേഴ്സ് ആണ് ഹെറ്ററോജീനസ് മിക്സ്ചർ. ഓക്കെ, അങ്ങനെ ഈ ഹെറ്ററോജീനസ് മിക്സ്ചർ മിക്സ് ആയി പോയി. അപ്പൊ നമ്മൾ അവരെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ, ഹെറ്ററോജീനസ് മിക്സ്ചറിന് കുറച്ച് എക്സാമ്പിൾ പറയാമോ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഹെറ്ററോജീനസ് മിക്സ്ചറിന്? ഓയിൽ, വാട്ടർ അല്ലെ. ഓയിലും വാട്ടറും കൂടി മിക്സ് ആയി പോയി. നമ്മൾ എങ്ങനെയാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക? ഓയിൽ വേറെ വെള്ളം വേറെ എന്നുള്ള രീതിയിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതേപോലെ തന്നെ സോയിൽ ആൻഡ് വാട്ടർ, മഡ് അല്ലെ, നമ്മുടെ ചെളിവെള്ളത്തില് ഇപ്പൊ വെള്ളത്തിൽ ചെളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ചെളീനെ അതിൽ നിന്ന് നീക്കം ചെയ്യും? അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് അല്ലെ. സെപ്പറേഷൻ ഓഫ് ഹെറ്ററോജീനസ് മിക്സ്ചർ. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്പറേഷൻ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. അപ്പൊ ഒരു വാക്ക് കിട്ടിയില്ലേ, ഇമ്മിസിബിൾ. എന്താണ് കുട്ടികളെ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നോക്കട്ടെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഓയിൽ, വാട്ടർ. ഓയിലും വാട്ടറും കൂടി മിക്സ് ആയി പോയാൽ അവർ രണ്ടുപേരും രണ്ട് ലെയേഴ്സ് ആയിട്ടല്ലേ നിൽക്കുക. ദാ ഈ പടത്തിൽ കാണുന്ന പോലെ ഓയിൽ വേറെ വെള്ളം വേറെ എന്നുള്ള രീതിയിൽ രണ്ട് ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടല്ലേ നിൽക്കുക. അപ്പൊ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ആകാൻ പറ്റാത്ത രണ്ടാൾക്കാരെ പറയുന്നതാണ് എന്ത്? ഇമ്മിസിബിൾ ലിക്വിഡ്സ്. നോക്ക്, ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആർ ലിക്വിഡ്സ് that do not dissolve each other and form distinct separate layers. രണ്ട് സെപ്പറേറ്റ് ലെയേഴ്സ് ഉണ്ടാവും, കാരണം അവർക്ക് മിക്സ് ആകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻവിസിബിലിറ്റി സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഓയിലും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോൾ അവർ സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്? ബിക്കോസ് അവരുടെ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദയർ പൊളാരിറ്റി ആൻഡ് ഡെൻസിറ്റി. അവരുടെ പൊളാരിറ്റിയിലും ഡെൻസിറ്റിയിലും വ്യത്യാസമുണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി അല്ല ഓയിലിനുള്ളത്, അതേപോലെ തന്നെ വാട്ടറിന്റെ പൊളാരിറ്റി അല്ല ഓയിലിനുള്ളത്. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ സബ്സ്റ്റൻസ് ആണെങ്കിൽ ഓയിൽ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും രണ്ട് ഡിസ്റ്റിങ്ക്ട് ലെയർ ആയിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ വ്യത്യസ്ത ലെയറുകളായിട്ട് നിൽക്കുന്ന ലിക്വിഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവിസിബിൾ ലിക്വിഡ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോ വെള്ളവും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആയി. എങ്ങനെ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? പേടിക്കണ്ട, അതിനുള്ള വഴിയൊക്കെ നമ്മുടെ കെമിസ്ട്രിക്കാരുടെ കയ്യിലുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോണേ കേട്ടാ. എങ്ങനെ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. സെപ്പറേഷൻ ഓഫ് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. എന്തുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, വെള്ളവും ഓയിലും മിക്സ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി അല്ല ആർക്കുള്ളത്? ഓയിലിനുള്ളത് അല്ലെ. ആരാണ് കൂടുതൽ ഡെൻസർ മക്കളെ? ഡെൻസിറ്റി കൂടുതലുള്ള ആളായിരിക്കും താഴെ നിൽക്കുക. അപ്പൊ ഈ ഫിഗറിൽ ഒന്ന് നോക്കൂ, ഇത് ഓയിൽ, ഇത് വാട്ടർ. അപ്പൊ ആരാണ് ഡെൻസിറ്റി കൂടുതലുള്ളത്? വാട്ടർ അല്ലെ. ഇയാള് വാട്ടർ ആണെങ്കിൽ ഇയാള് മോർ ഡെൻസർ ആയിരിക്കും. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ള ആളാണ് എവിടെ നിൽക്കുക? താഴെ നിൽക്കുക. അതേപോലെ ഇയാള് ഓയിൽ ആകുമ്പോ ഇയാളുടെ ഡെൻസിറ്റി കുറവായിരിക്കും, ഇയാള് ലെസ് ഡെൻസർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ള ആള് താഴെയും ഡെൻസിറ്റി കുറവുള്ള ആള് മേലെയുമായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ലിക്വിഡ്സ് വിത്ത് ഡിഫറെന്റ് ഡെൻസിറ്റീസ് ഫോം ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് with the denser liquid settling below the less dense one. denser ആയിട്ടുള്ള ലിക്വിഡ് താഴെയായിരിക്കും, ലെസ് ഡെൻസ് ആയിട്ടുള്ള ലിക്വിഡ് മേലെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇമ്മിസിബിലിറ്റി. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഇമ്മിസിബിലിറ്റി എന്നുള്ളത്? ഇമ്മിസിബിൾ ലിക്വിഡ് ഡു നോട്ട് ഡിസോൾവ് ഇൻ ഈച്ച് അതർ. ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. ഡ്യൂ ടു ഡിഫറൻസ് ഇൻ പൊളാരിറ്റി ആൻഡ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. ബിക്കോസ് അവരുടെ പൊളാരിറ്റിയും ഇന്റർമോളിക്കുലർ ഫോഴ്സസും ഡിഫറെന്റ് ആണ്. ഇനി അടുത്തത് ഗ്രാവിറ്റി സെപ്പറേഷൻ. എന്താണ് ഗ്രാവിറ്റി സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ ഗ്രാവിറ്റി എന്ത് ചെയ്യുന്ന വെച്ചാല് ഡെൻസിറ്റി കൂടുതലുള്ള ലിക്വിഡിനെ പിടിച്ച് താഴോട്ട് വലിക്കും. ഓക്കെ, ഗ്രാവിറ്റി പുൾസ് ഡെൻസർ ലിക്വിഡ്സ് ഡൗൺവേർഡ്സ്. ഗ്രാവിറ്റി ഡെൻസിറ്റി കൂടുതലുള്ള ലിക്വിഡിനെ താഴോട്ട് വലിക്കും. ഇനേബിളിംഗ് ക്ലീൻ ഫേസ് സെപ്പറേഷൻ ആൻഡ് കളക്ഷൻ വിയ സെപ്പറേറ്റിംഗ് ഫണൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലെ.
ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ സെപ്പറേറ്റിംഗ് ഫണൽ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ടീച്ചർ അത് വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ. ആ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വെളിച്ചെണ്ണയും വെള്ളവും കൂടി മിക്സ് ആയി പോയാൽ അവർ സെപ്പറേറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് വീഡിയോ കാണാം ട്ടാ. വാ, ഓക്കേടാ. അപ്പൊ ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ആ ഒരു അപ്പാരറ്റസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കാണാം സെപ്പറേറ്റിംഗ് ഫണൽ ട്ടാ. കണ്ടോ? ഇതിലെ മുകളില് നമുക്ക് മൂടി തുറക്കാം. അതിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു. ആദ്യം വെള്ളം പോവാതിരിക്കാൻ ഇവിടെ അത് അടയ്ക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് ഒക്കെ ഉണ്ട്. ഇനി അതിനുശേഷം അതിൽ കൂടെ നമ്മൾ ഓയിൽ ഒഴിച്ചു. അപ്പൊ ഓയിലും വെള്ളവും കൂടി ഒഴിക്കുമ്പോ തന്നെ നോക്ക്, 2 സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ? വാട്ടർ താഴെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെൻസിറ്റി കൂടുതലാണ്, സോ വാട്ടർ താഴെ. ഇനി ഡെൻസിറ്റി കുറവുള്ള ഓയില് മേലെ. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കി ആ ക്യാപ്പ് തുറന്നു ട്ടോ. താഴെ ഒരു ബീക്കർ വെച്ചിട്ട് ക്യാപ്പ് തുറന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ വെള്ളം മാത്രം താഴേക്ക് വരികയാണ് അല്ലെ? ആ വെള്ളം മാത്രം 2 ഡിഫറെന്റ് ലെയർ ആയതുകൊണ്ട് എളുപ്പമാണ്. എന്താണ്? വെള്ളം മാത്രം വരുന്നത് വരെ നമ്മൾ അത് കളക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അത് മാറ്റി. ഇപ്പൊ നോക്ക്, ഓയിൽ വേറെ ആയിട്ടല്ലേ നിൽക്കുന്നേ. അപ്പൊ വെള്ളവും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആയി പോയാലും ഇനി ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാടാ മക്കളെ? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. ക്ലിയർ ആണോ? അപ്പൊ 2 ഇൻവിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? സെപ്പറേറ്റിംഗ് ഫണൽ. ക്ലിയർ? അപ്പൊ വീട്ടിൽ ചെന്ന് നിന്ന് തന്നെ അമ്മയോടൊക്കെ പറയാട്ടോ, വെളിച്ചെണ്ണയും വെള്ളം കൂടി മിക്സ് ആയാലും ഇനി ഒരു പ്രശ്നവും നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? വെളിച്ചെണ്ണയും വെള്ളവും കൂടി മിക്സ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാം. അത് തന്നെയാണ് പറയുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ഫ്രം പ്ലാന്റ്സ് യൂസിങ് സ്റ്റീം ഡിസ്റ്റിലേഷൻ ആൻഡ് സെപ്പറേറ്റിംഗ് ഫണൽ. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എസെൻഷ്യൽ ഓയിൽസ്, പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് ആവശ്യമുള്ള ഓയിൽസ് ഒക്കെ നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ ആ ഓയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യാം. അടുത്തത് പെട്രോളിയം റിഫൈനിങ് സെപ്പറേറ്റ്സ് ക്രൂഡ് ഓയിൽ ലെയേഴ്സ് ഫ്രം വാട്ടർ. പെട്രോളിയം റിഫൈനിങ്ങിലൊക്കെ ക്രൂഡ് ഓയിലിനെ വെള്ളത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. റിമൂവൽ ഓഫ് ഓയിൽ സ്പിൽസ് ഫ്രം വാട്ടർ സർഫസ് യൂസിങ് ഡെൻസിറ്റി ഡിഫറൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓയിലും വെള്ളവും കൂടി മിക്സ് ആയി പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് സെപ്പറേറ്റിംഗ് ഫണലിന്റെ ആപ്ലിക്കേഷൻ. ഇനി അടുത്ത ഒരു ആപ്ലിക്കേഷൻ, അടുത്തൊരു ടോപ്പിക് ആണ് നമ്മൾ പറയുന്നത് സബ്ലിമേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സബ്ലിമേഷൻ ഹെട്രോജീനസ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ ആദ്യമായിട്ട് കേൾക്കാണോ? അപ്പൊ എന്താണ് സബ്ലിമേഷൻ നോക്കാം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ കർപ്പൂരം. നിങ്ങൾ എല്ലാവരും കർപ്പൂരം കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ കർപ്പൂരം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നേരെ അതെന്തായി മാറും? വേപ്പർ ആയിട്ടാണ് മാറുന്നത് അല്ലെ? കർപ്പൂരം എന്നുള്ള ആൾ എന്താടാ? സോളിഡ് ആണ്, ശരിയല്ലേ? കർപ്പൂരം എന്നുള്ള ആള് സോളിഡ് ആണ്. ഈ സോളിഡ് ചൂടായി കഴിഞ്ഞാൽ നേരെ എന്താവും? വേപ്പർ ആകും. അവിടെ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു സോളിഡ് സബ്സ്റ്റൻസ് നേരെ എന്തായി മാറുന്നു? വേപ്പറായി മാറുന്നു. ഒരു സോളിഡിനെ ഡയറക്റ്റ്ലി വേപ്പർ ആക്കി മാറ്റുന്ന ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. നോക്കൂ ഡെഫിനിഷൻ. ദ പ്രോസസ് വേർ എ സോളിഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻടു എ ഗ്യാസ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കടക്കാതെ സോളിഡ് നേരെ ഗ്യാസ് ആകുന്നതിനെ പറയുന്നതാണ് സബ്ലിമേഷൻ. എക്സാമ്പിൾ ആണ് ക്യാംഫർ, കർപ്പൂരം. അടുത്തത് നാഫ്തലിൻ. നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ പാറ്റഗുളിക കണ്ടിട്ടുണ്ടോ? പോട്ടെ, നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോ അവിടെ നമ്മുടെ വാഷ് ബേസിനിലൊക്കെ അവര് ഒരു വെള്ള കളറിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ടാവും, ഒരു സോളിഡ് സബ്സ്റ്റൻസ് അല്ലെ? നല്ല സ്മെല്ലായിരിക്കും അതിനെയാണ് നമ്മൾ എന്താ പറയണേ? നാഫ്തലിൻ, പാറ്റഗുളിക. ഓക്കെ, പാറ്റേനെ ഓടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷേ അതത്ര നല്ലതല്ല കേട്ടോ. ആ സ്മെല്ല് അത്ര അധികം നല്ലതല്ല. ബിക്കോസ് അത് കാർസിനോജനിക് ആണ്, ക്യാൻസർ വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാറ്റഗുളിക അധികം ഉപയോഗിക്കുന്നത് പാറ്റയ്ക്ക് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ദോഷം ചെയ്യും. ഓക്കെ, അപ്പൊ അത് കെയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഈ നാഫ്തലിൻ എന്ന് പറയുന്ന സാധനവും സോളിഡ് ആണ്. അത് നേരെ എന്തായി മാറും? വേപ്പറായി മാറും, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കടക്കൂല. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ എന്താണ് കുട്ടികളെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല്? ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ഡയറക്റ്റ് ആക്കി ഗ്യാസ് ആക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ, ഇനി ഇവിടെ ഒരു സാധനം കൂടി എഴുതിയിട്ടുണ്ട്, ഡെപ്പോസിഷൻ. എന്താണ് ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? ഓൺ കൂളിംഗ് വേപ്പർ condense back into a solid without becoming a liquid. This is called a deposition. നമ്മൾ
ഈ കർപ്പൂരം ചൂടാക്കി, അപ്പൊ അത് നേരെ എന്തായി? ഗ്യാസ് ആയി അല്ലേ? ഇനി ആ ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ തിരിച്ചതെന്താവും? സോളിഡ് ആവും. അവിടെ ആ കൺവേർഷന്റെ ഇടയിലും ലിക്വിഡ് സ്റ്റേറ്റ് ഇല്ല. അപ്പൊ ഗ്യാസിനെ തണുപ്പിക്കുമ്പോൾ അത് നേരെ എന്താവും? സോളിഡ് ആവും. അതിനെ പറയുന്ന പേരാണ് ഡെപ്പോസിഷൻ. ഓക്കെ, ഇനി ഈ സബ്ലിമേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഹെട്രോജിനസ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെപ്പറ്റി ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. നോക്കൂ, എക്സ്പെരിമെന്റ് ഇതാണ്. ക്യാംഫറും സാൻഡും ട്ടാ. ക്യാംഫറും സാൻഡും കൂടി സെപ്പറേറ്റ് ചെയ്യണം. കർപ്പൂരവും മണ്ണും കൂടി മിക്സ് ആയിപ്പോയി. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? വീട്ടിലൊന്ന് നോക്കൂ. കുറച്ച് മണ്ണ് എടുക്കുക, കുറച്ച് കർപ്പൂരം എടുക്കുക, അതൊന്ന് പൊടിച്ചും കാട്ടാ മണ്ണിലിടുക. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടി സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അരിപ്പെടുത്തോണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? പിന്നെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയും പറ്റില്ല. അപ്പൊ ഇവരെ തമ്മിൽ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ദാ നോക്കാം. ദാ മണ്ണും കർപ്പൂരവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബൗളിൽ എടുത്തേക്കാണ്. ഇനി നമ്മൾ ഇവരെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോണേ. ജസ്റ്റ് ഇതിനെ ഒന്ന് ചൂടാക്കുക കേട്ടാ. ഒരു ചൈന ഡിഷ് എടുക്കുക, എന്നിട്ട് നമ്മൾ ആ മിക്സ്ചർ ഇതിലേക്ക് ഇടുക, ചൂടാക്കുക. എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫണൽ വെക്കുക. അവിടെ ഒരു കോട്ടൺ പ്ലഗ് വെച്ചിട്ടുണ്ട്, വെറ്റ് ഫിൽറ്റർ പേപ്പറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ ഫണലിനെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കമത്തി വെച്ചു, ചൂടാക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോട്ടാ. ഫണൽ നോക്കി. ഹായ്, എന്താണല്ലേ അത്? അതെന്താ അത്? കുറെ ക്രിസ്റ്റൽസ് പോലെ വന്നു അല്ലെ? ഏത് ക്രിസ്റ്റൽസാ വന്നത്? മണ്ണ് വന്നോ അതിലേക്ക്? ഇല്ല, മണ്ണ് അതിലേക്ക് വരില്ല. ആര് മാത്രമേ വരുള്ളൂ? അതിലേക്ക് കർപ്പൂരം മാത്രമേ വരുള്ളൂ. അല്ലേടാ മക്കളെ? കർപ്പൂരം മാത്രമാണ് അതിലേക്ക്. കണ്ടോ, സബ്ലിമേഷൻ വഴി നേരെ ആരാ വന്നത്? ക്യാംഫർ ആണ്. ഡയറക്റ്റ് ചൂടാക്കിയപ്പോ അയാൾ നേരെ ഗ്യാസ് ആയി. ഓക്കെ, അപ്പൊ ക്യാംഫർ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, മണ്ണ് അവിടെ താഴെ തന്നെ ഉണ്ട്. അപ്പൊ രണ്ടുപേരും സെപ്പറേറ്റ് ആയില്ലേ? അപ്പൊ കർപ്പൂരവും മണ്ണും കൂടി മിക്സ് ആയി പോയാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ് അല്ലെ, ചൂടാക്കിയാൽ മതി. അപ്പൊ കർപ്പൂരം മാത്രം സബ്ലിമേഷൻ നടക്കും, മറിച്ച് മണ്ണ് അവിടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ക്ലിയർ അല്ലേ? എല്ലാ കുട്ടികൾക്കും, എന്റെ എല്ലാ മക്കൾക്കും മനസ്സിലായോ ഇത്? ഓക്കേടാ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം ട്ടാ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് സസ്പെൻഷൻ. നിങ്ങൾ സൊല്യൂഷൻ എന്താണെന്നൊക്കെ ഈ ചാപ്റ്ററിന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സൊല്യൂഷൻ എന്താണെന്ന്. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് സസ്പെൻഷൻ എന്താണെന്നാണ്. എന്താണ് സസ്പെൻഷൻ? സസ്പെൻഷൻ എന്ന് വെച്ചാൽ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം, സോൾട്ട് വാട്ടർ, അതൊരു സൊല്യൂഷൻ ആണ് അല്ലെ? അവിടെ എന്താ? ഹോമോജീനസ് മിക്സ്ചർ ആണ്. ഇപ്പൊ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഉപ്പ് വേറെ വെള്ളം വേറെ അങ്ങനെ നിൽക്കുവോ? അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല, അത് ഹോമോജീനസ് ആണ്. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും ഉപ്പ് ഉണ്ടാവുക അല്ലെ? എന്നാ നിങ്ങള് മണ്ണാണ് വെള്ളത്തിൽ കലക്കുന്നതെന്ന് വിചാരിക്കൂ, ചെളി വെള്ളം. അത് ഹോമോജീനസ് ആണോ? അല്ല അല്ലെ? അതൊരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. കാരണം അവരുടെ കോമ്പോസിഷൻ വ്യത്യാസമുണ്ട്. മാത്രല്ല അവര് ഹെട്രോജീനസ് മിക്സ്ചർ മാത്രല്ല പറയാ, നമ്മള് അവരെ പറയുന്നതാണ് സസ്പെൻഷൻ. എന്തുകൊണ്ടാണ് അവര് സസ്പെൻഷൻ എന്ന് പറയുന്നത് നോക്കാം. അപ്പൊ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഹെട്രോജീനസ് മിക്സ്ചർ. സസ്പെൻഷൻ ഒരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ് ഇൻ വിച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് do not dissolve but remain suspended throughout the bulk of the medium. അപ്പൊ ഒരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. മാത്രല്ല അവിടെ എന്താണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആകുന്നില്ല. ഓക്കെ, ഇപ്പൊ ഉപ്പ് വെള്ളത്തിൽ കലക്കുന്ന പോലെ മണ്ണ് വെള്ളത്തിൽ കലക്കാൻ പറ്റുമോ? ഉപ്പ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൽ ഡിസോൾവ് ആകും അല്ലെ? അപ്പൊ അത് സൊല്യൂഷൻ ആണ്. മറിച്ച് നമ്മുടെ സസ്പെൻഷൻ ആകുമ്പോ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, മണ്ണ് എന്ന് പറയുന്ന സൊല്യൂട്ട് വെള്ളത്തിൽ കംപ്ലീറ്റ് ഡിസോൾവ് ആകുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നേ? അവര് സസ്പെൻഡഡ് ആവാണ്. ആ ബൾക്ക് മീഡിയത്തില്, വെള്ളത്തില് അവര് സസ്പെൻഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ സസ്പെൻഷന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അവര് ഹെട്രോജീനസ് മിക്സ്ചർ ആണ് അല്ലെ? കോമ്പോസിഷൻ ഒരേപോലെയല്ല. സോ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് വിളിക്കാം. മാത്രല്ല അവിടെ പാർട്ടിക്കിൾസ് ലാർജർ ദാൻ 1000 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, ആ പാർട്ടിക്കിൾസിനെ നമുക്ക് നമ്മുടെ വിസിബിൾ ഐസ് കൊണ്ട് കാണാൻ പറ്റും. ഇപ്പൊ ഉപ്പ് നിങ്ങൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഉപ്പിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പിന്നെ ഇല്ല, ഒരേപോലെയാണ് നിൽക്കുന്നത് അല്ലെ? പക്ഷെ മണ്ണ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ ദേ ആർ വിസിബിൾ ടു ദ നേക്കഡ് ഐസ്. പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ഓവർ ടൈം. കുറച്ചു നേരം നമ്മൾ ആ സൊല്യൂഷൻ, ആ സസ്പെൻഷൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
അല്ലെ? മണ്ണ് വെള്ളത്തിൽ കലക്കി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മണ്ണ് ഇങ്ങനെ താഴോട്ട് സെറ്റിൽ ചെയ്ത് ഇറങ്ങും അല്ലെ? അതാണ് പറയുന്നത് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ഓവർ ടൈം. ഇനി ഇവരെങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? മണ്ണും വെള്ളവും കൂടി മിക്സ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഫിൽറ്റർ ചെയ്തെടുക്കാം, ശരിയല്ലേ? ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ വെള്ളം മാത്രം കിട്ടും, ഫിൽറ്റർ പേപ്പറിൽ മണ്ണും കിട്ടും, ശരിയല്ലേ? അപ്പോ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അപ്പൊ സസ്പെൻഷൻ എന്താണ് എന്നുള്ള പോയിന്റ്സ് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ളൂടാ സസ്പെൻഷൻ. എക്സാമ്പിൾ ദ മഡി വാട്ടർ, പിന്നെ അതേപോലെ ചോക്ക് ഇൻ വാട്ടർ, ഇതൊക്കെ സസ്പെൻഷൻ ഉദാഹരണമാണ്. ഓക്കെ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെ ഒരു സസ്പെൻഷനെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സെപ്പറേഷൻ മെത്തേഡ് ഫിൽട്രേഷൻ ആണ് അല്ലെ? ഇപ്പൊ മഡി വാട്ടർ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽട്രേഷൻ ഉപയോഗിക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അത് കൂടാതെ രണ്ട് മെത്തേഡ് കൂടി നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. എന്താണത്? ഒന്ന് സെൻട്രിഫ്യൂഗേഷൻ, അടുത്തത് കൊയാഗുലേഷൻ. അപ്പൊ നമുക്ക് നോക്കാം സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു അപ്പാരറ്റസ് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണിത്. അതിന്റെയും ഒരു വീഡിയോ ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ, നമ്മളത് ഇപ്പൊ 9ാം ക്ലാസ്സിൽ എന്തായാലും അത് വെച്ച് എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യില്ല. വലിയ വലിയ ക്ലാസ്സസ് ഒക്കെ ആവുമ്പോഴാണ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ചെയ്യാം. സെൻട്രിഫ്യൂഗേഷൻ അപ്പാരറ്റസ് ആണിത് ട്ടോ. ഇതില് നമ്മൾ ഇതാ കണ്ടോ, സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതേപോലെ ട്യൂബിലാക്കി ഇതിലേക്ക് വെക്കും. എന്നിട്ട് ഈ അപ്പാരറ്റസ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതിങ്ങനെ കറങ്ങും, നല്ല ഹൈ സ്പീഡിൽ കറങ്ങും. ഓക്കെ, അതുവഴിയാണ് നമ്മൾ സെപ്പറേഷൻ നടത്തുന്നത്. വീഡിയോ കണ്ടു നോക്കാം നമുക്ക് ഒന്നുകൂടി കേട്ടോ. സെൻട്രിഫ്യൂഗ്, എങ്ങനെയാണ് സെൻട്രിഫ്യൂഗ് ചെയ്യുന്നത്? ദാ സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അതിന്റെ ഉള്ളില് കുറെ ഹോൾ ഉണ്ട് അല്ലെ? അവിടെ നമ്മൾ ടെസ്റ്റ് ട്യൂബില് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള മിക്സ്ചറിനെ വെക്കും. ഓക്കെ, സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും ട്ടോ. ഈ മെഷീന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്തു, കണ്ടോ ഇവിടെ ഈ ഹോൾസ്, ഇതിനകത്തേക്ക് നമുക്ക് ഇയാളാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതൊരു ട്യൂബിലെടുത്തു. അടുത്തത് ഇവിടെ ഇപ്പുറത്തെ ഒരു ട്യൂബും കൂടി, സെൻട്രിഫ്യൂഗേഷൻ ട്യൂബ് എന്നാണ് പറയുക. ഈ ട്യൂബിലേക്ക് നമ്മൾ വെള്ളം എടുത്തു ട്ടോ. നമുക്ക് രണ്ടിലും നമ്മൾ വെക്കണം, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സൊല്യൂഷനും പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാമ്പിളും. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ സാമ്പിൾ വെച്ചു, അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വെള്ളം വെച്ചു. ഒറ്റയ്ക്ക് ഒരു സെൻട്രിഫ്യൂഗേഷൻ ട്യൂബ് ആയിട്ട് മാത്രം ഒരിക്കലും വെക്കാൻ പാടില്ല. എന്നിട്ട് ഇത് നമ്മളിത് കണ്ടോ, അതിനെ പവർ ഓൺ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഉള്ളില് പൊട്ടുന്ന സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ. കേട്ടോ, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ അത് പുറത്തേക്ക് എടുത്തു. ഓക്കെ ഓക്കെ അപ്പൊ സെൻട്രിഫ്യൂഗേഷൻ എങ്ങനെയാണ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിന്റെ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. സെൻട്രിഫ്യൂഗേഷൻ ഈസ് എ ലബോറട്ടറി ടെക്നിക് ദാറ്റ് യൂസസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾ ഫ്രം എ സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദെയർ സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി ആൻഡ് വിസ്കോസിറ്റി. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കറക്കാൻ പറ്റുന്ന ഫോഴ്സ് കേട്ടോ, ഇതിനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ പാർട്ടിക്കിളുടെ സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി, വിസ്കോസിറ്റി ഒക്കെ അനുസരിച്ച് നമുക്ക് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. When a sample is spun at high speed in a centrifuge, denser particles migrate outward and settle at the bottom. നമ്മൾ കണ്ടല്ലോ ആ മെഷീനിൽ വെച്ചപ്പോ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ സ്പൺ ചെയ്യാണ് അല്ലെ, നല്ല ഹൈ സ്പീഡിൽ ഇങ്ങനെ കറങ്ങാണ്. അങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മൾ ആ സാമ്പിൾ വെച്ചില്ലേ, ആ സാമ്പിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ട്. അതിൽ ഡെൻസിറ്റി കൂടിയ ആൾക്കാർ താഴോട്ട് വരും. ഓക്കെ, ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാർ താഴെ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും. ആൻഡ് ലൈറ്റർ പാർട്ടിക്കിൾസ് റിമെയിൻ ക്ലോസർ ടു ദ ടോപ്പ്. ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾ, ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ മേലെ ഉണ്ടാവും. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാർ താഴെ, ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ മേലെ. അപ്പൊ നമുക്ക് അവർ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായി. ഇത് ഈ ഹൈ സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ, സംഭവിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദിസ് പ്രോസസ് അലൗ സയന്റിസ്റ്റ് ടു എഫിഷ്യന്റ്ലി ഐസൊലേറ്റ് ആൻഡ് പ്യൂരിഫൈ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ കമ്പോണൻസ്. അപ്പൊ കെമിക്കൽ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ക്ലിയർ ആയില്ലേ കുട്ടികളെ? ശരി, അടുത്തത് യൂസസ് ആണ്. സെൻട്രിഫ്യൂഗേഷന്റെ യൂസസ്, എന്തിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം? മെഡിക്കൽ ലബോറട്ടറീസിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് സെൻട്രിഫ്യൂഗേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ബ്ലഡ് കമ്പോണൻസ് സച്ച് ആസ്
റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പ്ലാസ്മ. നമ്മുടെ ബ്ലഡിൽ പല കമ്പോണൻസ് ഉണ്ട്. റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ എല്ലാ ആൾക്കാരെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാടാ? സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ബ്ലഡിലുള്ള ഓരോ പാർട്ടിക്കിൾസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് റിസർച്ച് ആൻഡ് ബയോടെക്നോളജി. റിസർച്ചിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്തിനാണ്? ടു പ്യൂരിഫൈ പ്രോട്ടീൻ, DNA, RNA, സെല്ലുലാർ ഓർഗനൽസ്. DNA, RNA, പ്രോട്ടീൻ പിന്നെ സെല്ലുലാർ ഓർഗനൽസിനൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. മാത്രമല്ല അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫുഡ് പ്രോസസിംഗ്. സെപ്പറേറ്റിംഗ് ക്രീം ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് ക്രീം വേർതിരിക്കാൻ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തൈര് ഇങ്ങനെ കടയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടോ? അതിൽ നമ്മളിങ്ങനെ വെണ്ണ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ അതിങ്ങനെ നമ്മൾ കറക്കാണ് അല്ലെ? ഇങ്ങനെ ഹൈ സ്പീഡിൽ ഇങ്ങനെ കറക്കാണ്. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോ മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാടാ? സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ? അടുത്ത രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു സസ്പെൻഷനെ കുറിച്ചാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്, സെൻട്രിഫ്യൂഗേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് കൊയാഗുലേഷൻ. എന്താണ് കൊയാഗുലേഷൻ? നോക്കാം. എന്താണ് കൊയാഗുലേഷൻ? ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് small suspended particles come together to form large particles or flocks by adding substance called coagulant. ഇപ്പൊ മണ്ണ്, ചെളിവെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഈ ചെളിവെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മണ്ണും ചെളിയൊക്കെ ഇങ്ങനെ അവിടെ എവിടെ ആയിട്ട് സസ്പെൻഡഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ എല്ലാ ചെറിയ പാർട്ടിക്കിൾസിനെയും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അവരൊരു ഫ്ലോക്ക് ആക്കാന്ന് പറയും. ലാർജ് പാർട്ടിക്കിൾ അതിനെ പറയുന്നതാണ് ഫ്ലോക്ക്. ഇവിടെ പലയിടത്തും ചെതറിക്കെടുക്കാണ് അവരല്ലേ. എന്നിട്ട് അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർക്കുക. അപ്പൊ ഒരുമിച്ച് ചേർന്നിട്ടുള്ള പാർട്ടിക്കിളിനെ പറയുന്നതാണ് ഫ്ലോക്ക്. അങ്ങനെ ഒരുമിച്ച് ചേർക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെ? ആ ആഡ് ചെയ്യുന്ന ആളെ വിളിക്കുന്നതാണ് കൊയാഗുലന്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറെ ചെറിയ ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ടാവും. അവരെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ഒരു ഫ്ലോക്ക് ആക്കി മാറ്റുക. ഓക്കെ, അങ്ങനെ ഫ്ലോക്ക് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം കുട്ടികളെ? ഒരു കൊയാഗുലന്റ്. ഇങ്ങനെ ഫ്ലോക്ക് ആക്കാൻ പറ്റിയ ഒരാളെ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദീസ് ലാർജർ ക്ലംസ് സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ഈസിലി. വലുതായി കഴിഞ്ഞാൽ, പാർട്ടിക്കിൾസ് ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായി. ഓക്കെ, ഇതും നമുക്കൊരു വീഡിയോ കണ്ടുപിടിക്കാടാ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ടീച്ചർ പറഞ്ഞ കാര്യം കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താണ് കൊയാഗുലേഷൻ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. വെള്ളം എടുത്തു, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. അതിലേക്ക് നമ്മൾ സോയിൽ ആഡ് ചെയ്യാണ്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ആ മണ്ണ് നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ആലം ആഡ് ചെയ്യുക. ആലമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കൊയാഗുലന്റ്. അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ മണ്ണ് അവിടെ ഇവിടെ മിക്സ് ആയിട്ടിരിക്കുകയാണല്ലോ കുട്ടികളെ. അപ്പൊ നമുക്ക് അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർക്കണം. അങ്ങനെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതാണ് ആലം എന്ന് പറയുന്ന പാർട്ടിക്കിൾ. അതാണ് നമ്മുടെ ഇവിടത്തെ കൊയാഗുലന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ആലം ആഡ് ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ കേട്ടോ. കുറച്ചു നേരം ആലം അങ്ങനെ അതിൽ തന്നെ വെക്കുക. ആലം വെക്കുക. അപ്പൊ നോക്കൂ, ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ എന്താ സംഭവിച്ചത്? ഇപ്പോ ആ നേരത്തെ അവിടെ ഇവിടെയൊക്കെ മണ്ണുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എവിടേക്ക് വന്നൂടാ? താഴെ അടിഞ്ഞു കൂടിയില്ലേ? എല്ലാവരും കൂടി താഴെ. അതിനെയാണ് താഴെ എല്ലാവരും കൂടി ഒരു ലാർജർ പാർട്ടിക്കിൾ ആയിട്ട് നിൽക്കാണ്. അത് നമ്മൾ പറയുന്നതാണ് ഫ്ലോക്ക്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ മണ്ണായിരുന്നു അത്, മണ്ണുള്ള വെള്ളമായിരുന്നു അത് അല്ലെ. ഇപ്പൊ അതിൽ നിന്ന് ആ മണ്ണിനെ ഈസി ആയിട്ട് നമുക്ക് വേർതിരിച്ചൂടെ അല്ലെ? അപ്പൊ നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പ്രോസസ് ഉപയോഗിക്കാം അല്ലെ, കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് എന്തൊക്കെയാണ്? മഡി വാട്ടർ, കൊയാഗുലന്റ്, ആലം എന്ന് പറയുന്നത് പൊട്ടാഷ്യം അലൂമിനിയം സൾഫേറ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡും ഉപയോഗിക്കാം. ഇതിൽ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് കൊയാഗുലന്റ് എന്നാണ് പറയുക. ആ ഒരു പേര് പഠിക്കുക. കൊയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആലമായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൊട്ടാഷ്യം അലൂമിനിയം സൾഫേറ്റ് ആൻഡ് ഫെറിക് ക്ലോറൈഡ്. ഓക്കെ അല്ലേടാ? അപ്പൊ കൺക്ലൂഷൻ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായത്?
coagulation effectively clarify muddy water by causing suspended clay and silt particles to aggregate into larger flock that settle rapidly. Muddy water like നമ്മൾ ഒരു coagulant ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലേയും സ്ലിറ്റും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ഫ്ലോക്ക് ആയി മാറും അല്ലെ, ഒരു വലിയ ലാർജ് പാർട്ടിക്കിൾ ആയി മാറും. അപ്പൊ നമുക്ക് അവരെ എന്ത് ചെയ്യാം, അവര് സെറ്റിൽ ചെയ്ത് വരും. അപ്പൊ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഈ വഴി വാട്ടർ പ്യൂരിഫിക്കേഷൻ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാടാ? ഇപ്പൊ തന്നെ പറഞ്ഞു അല്ലെ, ഒരു ആപ്ലിക്കേഷൻ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ആദ്യത്തെ ആപ്ലിക്കേഷൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ. When water is dirty, alum is added to it. The alum make tiny mud and dust particles stick together and form bigger clumps. Alum ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ടൈനി മഡ് അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ബിഗർ ആയിട്ടുള്ള ക്ലംപ് ആയിട്ട് മാറും, ഇല്ലേ ഫ്ലോക്ക് എന്നും പറയാം ട്ടോ. These heavy clumps then settle down at the bottom. ഈ ഹെവി ക്ലംസ് അവസാനം എന്ത് ചെയ്യും, താഴോട്ട് അടിഞ്ഞു കൂടും. Making the water clean and clear. അത്തരത്തിൽ വെള്ളം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. This is used in water treatment plants. ഇതൊക്കെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് മേക്കിംഗ് പനീർ. പനീർ ഇഷ്ടമാണോ നിങ്ങൾക്ക്? പനീർ കഴിക്കാറുണ്ടോ? പനീർ ഉണ്ടാക്കുന്നതും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, കൊയാഗുലേഷൻ. എങ്ങനെയാണ് നോക്കാം. നോക്ക്, when lemon juice or vinegar is added to hot milk, നല്ല ചൂടുള്ള പാലിലേക്ക് നമ്മൾ വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പൊ ഇറ്റ് കോസസ് ദ മിൽക്ക് പ്രോട്ടീൻ ടു കയാഗുലേറ്റ്. അപ്പൊ മിൽക്കിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയാലോ അല്ലെ. അപ്പൊ നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്ന സമയത്ത് ആ മിൽക്ക് പ്രോട്ടീൻസ് എല്ലാവരും കൂടി എന്ത് ചെയ്യും, കൂടിച്ചേരും. ഒരു ക്ലംബ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഫ്ലോക്ക് ഉണ്ടാവും അല്ലെ. അവരെല്ലാവരും കൂടി ക്ലംബ് ആയിട്ട് മാറും. The protein form a solid mass which is then separated from the liquid. അപ്പൊ പ്രോട്ടീൻസ് ആണ് ഇങ്ങനെ സോളിഡ് മാസ് ആയിട്ട് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ആ സോളിഡ് മാസിനെ പറയുന്ന പേരാണടാ പനീർ. ഓക്കെ, ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് കൊയാഗുലേഷൻ വി സി അറ്റ് ഹോം. അപ്പൊ നമ്മുടെ വീടുകളിൽ കാണുന്ന പനീർ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയുള്ള പ്രോസസ്. അവിടെ അതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി ആണ് ടീച്ചർ പറഞ്ഞത്. എന്താണത്? കൊയാഗുലേഷൻ. ഓക്കെ കുട്ടികളെ, ഇനി അടുത്തത് ബ്ലഡ് ക്ലോട്ടിങ്. നമ്മൾ മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോര വരും അല്ലെ. ചോര വന്ന് ചോര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കോ? ഇല്ല, അവിടെയും എന്ത് നടക്കും? ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യും അല്ലെ. അതിന്റെ പിന്നിലുള്ള സയൻസും കൊയാഗുലേഷൻ ആണ് മക്കളെ. നോക്കൂ, when you get a cut on your skin, the blood thickens and forms a clot. അവിടെയുള്ള ബ്ലഡ് തിക്കൻ ചെയ്ത് അതൊരു ക്ലോട്ട് ആയിട്ട് മാറും. This is coagulation. The clot act like a plug to stop bleeding and protect the wound. അവിടെ ഉണ്ടാവുന്ന ക്ലോട്ട് അല്ലെ, ആ ക്ലോട്ട് ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് ബ്ലീഡിങ് നടക്കാത്തത്. അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഈ കൊയാഗുലേഷൻ വഴിയാണ് നമ്മുടെ ചോര അല്ലെ, ചോര ഇങ്ങനെ വാർന്നൊലിക്കുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സസ്പെൻഷൻ എന്നുള്ളൊരു ടോപ്പിക് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. സസ്പെൻഷൻ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, ആ രണ്ട് മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു സസ്പെൻഷനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്? ഒന്ന് സെൻട്രിഫ്യൂഗേഷൻ പഠിച്ചു, പിന്നെ ഒന്ന് കൊയാഗുലേഷൻ പഠിച്ചു. ഇനി അടുത്തൊരു ടോപ്പിക് ആണ് കൊളോയിഡ്സ്. ഓക്കെ, നമ്മൾ ട്രൂ സൊല്യൂഷൻ സോൾട്ട് വാട്ടർ ട്രൂ സൊല്യൂഷൻ ആണെന്ന് കണ്ടു അല്ലെ. അതേപോലെ സസ്പെൻഷൻ മണ്ണ് ചെളിവെള്ളം എന്ന് പറയുന്നത് സസ്പെൻഷൻ ആണെന്ന് കണ്ടു. ഇനി വേറൊരാളുണ്ട് കൊളോയിഡ്. ആരാണ് ഈ കൊളോയിഡ്? ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മിൽക്ക്, അതൊരു കൊളോയിഡ് ആണ്. അതിനെ നമുക്ക് ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല, സസ്പെൻഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അയാൾ പിന്നെ ആരാ? അയാൾ ഒരു കൊളോയിഡ് ആണ്. സ്മോക്ക്, അതും ഒരു കൊളോയിഡ് ആണ്. ബട്ടർ, ചീസ്, ഇതൊക്കെ എന്താണ്? കൊളോയിഡ് ആണ്. അപ്പൊ എന്താണ് കൊളോയിഡ് എന്ന് നോക്കാം കുട്ടികളെ. കൊളോയിഡ്സ് ആർ ഹെട്രോജീനസ് മിക്സ്ചർ. കൊളോയിഡ്സ് എന്ന് പറയുന്നതും ഒരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. അവിടെ അവരുടെ പാർട്ടിക്കിൾ സൈസ് 1 to 1000 നാനോമീറ്റർ ആണ്. നേരത്തെ നമ്മള് എന്താണ് സസ്പെൻഷൻ പഠിച്ചപ്പോ പാർട്ടിക്കിൾ സൈസ് 1000 നാനോമീറ്ററിനേലും കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പാർട്ടിക്കിൾ സൈസ് 1ന്റെയും 1000ന്റെയും ഇടയിലാണ് നിൽക്കുക. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ത്രൂ അനദർ സബ്സ്റ്റൻസ്. അപ്പൊ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. പാർട്ടിക്കിൾ സൈസ് 1 to 1000 നാനോമീറ്റർ ആണ്. അവിടെ ഒരു സബ്സ്റ്റൻസ് ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ദേ അപ്പിയർ ഹോമോജീനസ് ടു ദ നേക്കഡ് ഐ but are actually made up of distinct phases. നമുക്ക് കാണുമ്പോൾ ഇപ്പോ ചെളിവെള്ളം കലക്കുന്ന പോലെയല്ല. ചെളിവെള്ളം കലക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാം അല്ലെ. പക്ഷെ അതേപോലെ അല്ല. ഇപ്പൊ മിൽക്ക് ആണെങ്കിൽ നമുക്ക് രണ്ട് സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കാണുമോ? ഇല്ല. അപ്പൊ
നേക്കഡ് ഐയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ലെയർ ആയിട്ടേ തോന്നുള്ളൂ അവിടെ, അല്ലെ? ഒറ്റ ഒരു ഇതുള്ളൂന്നേ തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അവിടെ രണ്ട് ഡിസ്റ്റിങ്ക്ട് ഫേസസ് ഉണ്ട് കൊളോയിഡ്സിൽ കേട്ടോ. ആ ഡിസ്റ്റിങ്ക്ട് ഫേസിനെ വിളിക്കുന്ന പേരാണ് ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്, അടുത്തത് ഡിസ്പേർഷൻ മീഡിയം. അപ്പൊ കൊളോയിഡ്സിന് എക്സാമ്പിൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞു, മിൽക്ക്, ബട്ടർ, സ്മോക്ക് എക്സെട്ര. അപ്പൊ എന്താണ് കൊളോയിഡ്സ് എന്നുള്ളത് ക്ലിയർ അല്ലേ? ആ പോയിന്റുകൾ ഓർക്കുക. ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. പാർട്ടിക്കൽ സൈസ് എത്ര ഉണ്ടാവും? 1 to 1000 നാനോമീറ്ററിന്റെ ഇടയിലായിരിക്കും. ഓക്കെ, അവിടെ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടാവും, ഡിസ്പേർഷൻ മീഡിയം ഉണ്ടാവും. കാണുമ്പോൾ നമുക്ക് ഹോമോജീനസ് ആണെന്ന് തോന്നും, പക്ഷെ അവിടെ ആക്ച്വലി രണ്ട് ഡിസ്റ്റിങ്ക്ട് ഫേസസ് ഉണ്ട്. ക്ലിയർ? ഇനി ഈ കൊളോയിഡ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൊളോയിഡ്സ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടിൻഡൽ ഇഫക്റ്റ്. എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? വെള്ളത്തിലൂടെ നമ്മൾ ഒരു ലേസർ അടിക്കുന്നു, പാലിലൂടെ നമ്മൾ ഒരു ലേസർ അടിക്കുന്നു, മണ്ണ് വെള്ളത്തിലൂടെ നമ്മൾ ഒരു ലേസർ അടിക്കുന്നു. അപ്പൊ ആ ലേസർ അങ്ങനെ പോകുമ്പോ അവിടെ എല്ലാത്തിലൂടെ ഒരേപോലെ അല്ല പോകുന്നത്, അല്ലെ? അവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് ആ ലേസർ പാസ് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് കൊളോയിഡ്സിലൂടെ ലേസർ പാസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ആ പ്രോപ്പർട്ടീനെ കുറിച്ച് പറയാനാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ടിൻഡൽ ഇഫക്റ്റ് ഈസ് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ എ മീഡിയം. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളില് അവിടെയുള്ള ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻഡൽ ഇഫക്റ്റ് എന്ന്. When a beam of light passes through colloid, the dispersed particle scatter the light in multiple direction, making the light beam visible to the naked eye. Okay, ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല എന്താണ് ഇത് എന്നുള്ളത്. കുറച്ച് എക്സാമ്പിൾ കാണാം. ഒരു എക്സാമ്പിൾ കണ്ടു നോക്കാം. ദേടാ, ഇത് രണ്ടും നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് അല്ലെ? നമുക്ക് ഒരു റൂമിലേക്ക് നമ്മൾ രാവിലെ തന്നെയൊക്കെ നമ്മുടെ റൂമിന്റെ ജനലൊക്കെ ഇങ്ങനെ കർട്ടനൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവിടേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കും അല്ലെ? ഇതേപോലെ ആയിരിക്കും നമ്മൾ കാണുന്നത് അല്ലെ? ഇത് എന്താണ് ഈ പ്രോസസ്? അതേപോലെ തന്നെ ഫോഗില് നമ്മുടെ കാറിന്റെ ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്താണ് ഈ പ്രോസസ് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, അതാണ് ഈ പ്രോസസ്സിനെ, ഈ കണ്ട രണ്ട് സിറ്റുവേഷനെയും പറയുന്നതാണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കൊളോയിഡ് ആണ് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കുക കേട്ടോ. അവിടെ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ലൈറ്റിനെ മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ടിൻഡൽ ഇഫക്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ജോൺ ടിൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് മാത്രമേ എന്ത് കാണിക്കാൻ പറ്റുള്ളൂ? ടിൻഡൽ ഇഫക്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ലേസർ അടിക്കുകയാണ്. നോക്ക്, പ്യുവർ വാട്ടറിലൂടെ ലേസർ അടിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ? അതങ്ങനെ നേരെ പോയി. പക്ഷേ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിളിലൂടെ ആണെങ്കിൽ കണ്ടോ, അവിടെ ലൈറ്റ് സ്കാറ്റർ ചെയ്തിട്ടാണ് പോണത്. എല്ലായിടത്തും ഇങ്ങനെ വളരെ എല്ലായിടത്തും ആയിട്ടുണ്ട്. പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? When a beam of light passes through a colloid, suspended particle scatter the light in all direction. ഇവിടെ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ പാർട്ടിക്കിൾസ് ലൈറ്റിനെ എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്തു? സ്കാറ്റർ ചെയ്തു. ഓക്കെ, എന്നാൽ പ്യുവർ വാട്ടറിൽ ഇത് നടക്കില്ല. കാരണം അവിടെ പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നില്ല. മനസ്സിലായോ? കൊളോയിഡൽ പാർട്ടിക്കിൾസിന് മാത്രമേ ഇങ്ങനെ സ്കാറ്റർ ചെയ്യാനുള്ള കഴിവുള്ളൂ കുട്ടികളെ. ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള കഴിവുള്ളൂ. ആ ലൈറ്റിനെ കൊളോയിഡൽ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ടിൻഡൽ ഇഫക്റ്റ്. ഓക്കെ, this scattering makes the light beam visible from the side, creating glowing path through the medium. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ മീഡിയത്തിൽ ഒരു ഗ്ലോയിങ് പാത്ത് ഉണ്ടാവും. Unlike true solution, colloid contain particle larger enough. ട്രൂ സൊല്യൂഷൻ പോലെയല്ല, കൊളോയിഡ്സിൽ എന്താണ്? പാർട്ടിക്കിൾസിന്റെ സൈസ് കുറച്ചുകൂടി കൂടുതലാണ് അല്ലെ? 1 to 1000 നാനോമീറ്റർ ആണ്. അപ്പൊ എന്ത് പറ്റും? അവർക്ക് ലൈറ്റ് വേവ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കാണുമ്പോൾ അത് വളരെ നല്ലൊരു ഇഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ? ഹെഡ്ലൈറ്റ് ഇൻ ഫോഗിൽ ഹെഡ്ലൈറ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തേക്കാണ്, ലൈറ്റ് സ്കാറ്റർ ചെയ്തേക്കാണ്. ഈ പ്രോസസ് ആണ് എന്ത്? ടിൻഡൽ ഇഫക്റ്റ് കൊണ്ടാണ് ഇതിങ്ങനെ സ്കാറ്റർ ചെയ്തേക്കണേ. കാർ ഹെഡ്ലൈറ്റ് scatter light through fog particles, making the beam visible
ആസ് ഗ്ലോയിങ് കോൺ. ഒരു ഗ്ലോയിങ് കോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ഫോഗ് പാർട്ടിക്കിൾസ് ആണ് കാറിന്റെ ഹെഡ്ലൈറ്റിന് ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റൂമിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ലൈറ്റ് റേസ് ബിക്കം വിസിബിൾ വെൻ സൺലൈറ്റ് പാസസ് ത്രൂ ദ ഡസ്റ്റി എയർ ഓർ സ്മോക്ക് ഫിൽഡ് ഇൻ റൂംസ്. നമ്മുടെ റൂമിൽ സ്മോക്ക് അതേപോലെ ഡസ്റ്റി എയർ ഒക്കെ ഉണ്ടാവും അല്ലെ, അവരൊക്കെ കൊളോയിഡ്സ് ആണ്. സ്മോക്കും ഡസ്റ്റി എയർ ഒക്കെ എന്താണ്? കൊളോയിഡ്സ് ആണ്. അപ്പൊ ആ കൊളോയിഡ്സ് ആണ് നമ്മുടെ ലൈറ്റിനെ ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നത്. അപ്പൊ നല്ല ഭംഗിയിൽ നമുക്ക് സൺ കിസ്ഡ് എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കാം അല്ലെ ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സൺ കിസ്ഡ് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? അവിടെ ടിൻഡൽ ഇഫക്റ്റ് നടക്കുന്നത് കൊണ്ടാണ് മക്കളെ. ക്ലിയർ അല്ലേടാ? സൂപ്പർ അല്ലേ? എന്താണല്ലേ കെമിസ്ട്രി പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഒന്ന് സൊല്യൂഷൻ, അടുത്തത് സസ്പെൻഷൻ, അടുത്തത് കൊളോയിഡ്. അവരുടെ ഒരു ഡിഫറൻസിന്റെ ഒരു സമ്മറിയാണ് ടീച്ചർ ഈ ടേബിളിൽ കൊടുത്തേക്കണേ. ഇത് പക്കയായിട്ട് പഠിക്കണം മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, എന്താണ് സൊല്യൂഷൻ, എന്താണ് സസ്പെൻഷൻ, എന്താണ് കൊളോയിഡ് എന്ന് വളരെ ചുരുക്കത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താ നോക്കിയേ, നമുക്ക് സൊല്യൂഷൻ, അതിന്റെ നേച്ചർ എന്താണ്? നേച്ചർ ഹോമോജീനസ് ആണ്. എല്ലാം ഒരേപോലെ അല്ലെ. ഉപ്പുവെള്ളം എല്ലായിടത്തും ഒരേപോലെയാണ് ഉപ്പുള്ളത്. ഉപ്പ് വേറെ വെള്ളം വേറെ നിൽക്കൂല, അവർ വളരെ ബോണ്ടിങ്ങിലാണ് നിൽക്കുന്നത്. സോ ദേ ആർ ഹോമോജീനസ്. അത് സസ്പെൻഷൻ. എന്താണ് സസ്പെൻഷൻ? അവര് ഹെട്രോജീനസ് ആണ്. മണ്ണ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ സസ്പെൻഷൻ ആണ്. കുറെ നേരമായി നമ്മളത് പറയുന്നത് അല്ലേ. സോ അവര് ഹെട്രോജീനസ് ആണ്, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കൊളോയിഡ് കാണുമ്പോൾ നമുക്ക് ഹോമോജീനസ് ആണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയാണോ ആക്ച്വലി? അല്ല. അവിടെ 2 ഫേസസ് ഉണ്ട്, ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, ഇനി പാർട്ടിക്കിൾ സൈസ്. ഒരു സൊല്യൂഷനിലാണെങ്കിൽ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്, നമുക്ക് കാണാനേ പറ്റില്ല, ലെസ് ദാൻ 1 നാനോമീറ്റർ. സസ്പെൻഷൻ ആണെങ്കിലോ അവിടെ സൈസ് എന്ന് പറയുന്നത് 1000 നാനോമീറ്ററിനേലും കൂടുതലാണ്, നമുക്കത് കാണാൻ പറ്റും. എന്നാൽ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ 1 to 1000 നാനോമീറ്ററിലാണ് പാർട്ടിക്കിൾ സൈസ് ഉണ്ടാവുക. ഇനി വിസിബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, സൊല്യൂഷനിൽ നമുക്കത് കാണാൻ പറ്റില്ല. സസ്പെൻഷൻ ആണെങ്കിൽ വിസിബിൾ ടു നെക്കഡ് ഐ, കൊളോയിഡിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് സെപ്പറേഷൻ ബൈ ഫിൽട്രേഷൻ. നിങ്ങൾ തന്നെ പറഞ്ഞടാ, ഉപ്പ് വെള്ളം ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ പറ്റുമോ ഉപ്പിനെ? ഇല്ല. അപ്പൊ cannot be separated by filtration. എന്നാൽ മണ്ണാണെങ്കിൽ മണ്ണ് വെള്ളത്തിൽ കലക്കിയാൽ ഫിൽട്രേഷൻ വഴി നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെ, സെപ്പറേറ്റ് ചെയ്യാം. കൊളോയിഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? മിൽക്കിലുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഫിൽട്രേഷൻ വഴി പറ്റുമോ? പറ്റില്ല. അപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഫിൽട്രേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് സെറ്റിലിംഗ്. അതായത് സെറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിലേക്ക് ഊർന്നിറങ്ങുമോ? ഉപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉപ്പടിക്ക് ഒഴുകുമോ? ഇല്ല. അപ്പൊ ഡു നോട്ട് സെറ്റിൽ. അതേസമയം സസ്പെൻഷൻ ആണെങ്കിൽ അവർ എന്ത് ചെയ്യൂടാ? സസ്പെൻഷൻ ആണെങ്കിൽ അവര് അല്ലെ, മണ്ണ് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മണ്ണ് ഇങ്ങനെ ഊർന്ന് താഴേക്ക് ഇറങ്ങും, അപ്പൊ സെറ്റിൽ ചെയ്യും. കൊളോയിഡ്സിൽ സെറ്റിൽ ഡൗൺ ചെയ്യുമോ? സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഇനി അടുത്തത് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് ആരാണ് കാണിക്കുന്നത്? ടിൻഡൽ ഇഫക്റ്റ് സൊല്യൂഷൻ കാണിക്കില്ല, സസ്പെൻഷൻ കാണിക്കും. അതേസമയം കൊളോയിഡ്സ് വളരെ ഭംഗിയായിട്ട് ടിൻഡൽ ഇഫക്റ്റ് കാണിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ടോപ്പിക്. വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് നല്ല ടോപ്പ് സ്കോർ തന്നെ ഇത് കിട്ടട്ടെ കേട്ടോ. താങ്ക് യു ഫോർ ബൈ. താങ്ക് യു.